ആലുവ പൊളിഞ്ചോട് ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ തീപിടുത്തം. തീ ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. അമൽനാഥ് പാടിച്ചാൽ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, എന്താണ് തീപിടുത്തത്തിന്റെ അവസ്ഥ? തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും? ആലുവ പുളിഞ്ചോട് ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. നിലവിൽ ഇപ്പോൾ 90% നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും നിരീക്ഷണം തുടരുകയാണ്. ഫയർഫോഴ്സ് യൂണിറ്റ് സംഭവ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നിലവിൽ ഇപ്പോൾ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് വൈകുന്നേരം ഏകദേശം ഒരു 5:45 ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. മാലിന്യത്തിന് തീയിടുകയും ഒപ്പം കാറ്റിൽ ഈ തീ പടർന്ന് ആക്രിക്കടിയിലെ മാലിന്യ കൂമ്പാരത്തിലേക്ക് പടരുകയുമായിരുന്നു. ഇതിനെ തുടർന്നാണ് വലിയ ഒരു തീപിടുത്തം ഉണ്ടായത്. ഈ സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ ഏറ്റവും ആദ്യം ആലുവ ഫയർഫോഴ്സ് യൂണിറ്റ് സംഭവ സ്ഥലത്തേക്ക് എത്തി. എന്നാൽ ഒരു യൂണിറ്റിനെ വെച്ച് തീ അണക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു. തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ നിന്നും അങ്കമാലി, കളമശ്ശേരി, ഏലൂർ എന്നീ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ, ഏകദേശം 5ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നത്. ഈ 5 യൂണിറ്റുകളുടെയും അതുപോലെ തന്നെ പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിലാണ് നിലവിൽ ഇപ്പോൾ തീ അടയ്ക്കുവാനുള്ള പ്രവൃത്തി അല്ലെങ്കിൽ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കപ്പലിന്റെ ആക്രി ഭാഗങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണിത്. അതായത് കൊച്ചി ഷിപ്പ്യാർഡിൽ ലേലത്തിൽ പിടിക്കുന്ന ഈ ആക്രി സാധനങ്ങൾ അത് പൊളിച്ചു കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ ക്രെയിന്റെ ആക്രി ഭാഗം, ഒപ്പം തന്നെ ടയർ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഓയിൽ എന്നിവയൊക്കെ ഉണ്ട്. പ്രധാനമായും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളിലേക്കും ഒപ്പം തന്നെ ഓയിൽ ഭാഗത്തേക്കും തീ പടർന്നതാണ് ഇത്തരത്തിൽ ഒരു വലിയ അപകടത്തിലേക്ക് എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഏകദേശം തീ 90% അണയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും നിരീക്ഷണത്തിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം തന്നെ തൊട്ട് സമീപം ഉണ്ടായിരുന്ന കാർ ഷോറൂമിലേക്കും പുക ഉയർന്നിരുന്നു. ഈ ഷോറൂമിന്റെ മുകൾ ഭാഗത്ത് തീ പിടിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പുക ഉയർന്ന സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന കാറുകളൊക്കെ തന്നെ മാറ്റുകയും ചെയ്തതിനാൽ വലിയൊരു അപകടം ഒഴിവായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ ഈ ഒരു അപകടം ഉണ്ടായ സാഹചര്യത്തിൽ ഈ ഭാഗത്ത് ആളുകൾ ഇല്ലാത്തത് ഒരു വലിയ അപകടം ഇല്ലാതാക്കിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ ഈ പുക ഉയരുന്നത് വലിയ രീതിയിൽ സമീപത്തെ വീടുകളിലുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം തുടരുന്ന ഒരു സാഹചര്യമാണ്. തീ 90%-ഓളം അണയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിലും സംഭവ സ്ഥലം ഇപ്പോഴും നിരീക്ഷണത്തിലാണുള്ളത്. വിനിഷ. ശരി അമൽ.